Hello students, welcome back to Bosco Campus Vision. So in the previous session we were discussing about modern portfolio theory. So we will continue with the topic. So in this session we will look into the concept of efficient frontier under modern portfolio theory. The concept of efficient sets can be illustrated with the help of a graph. The expected return and standard deviation of portfolios can be depicted on an XY graph measuring the expected return on the y-axis and the standard deviation on the x-axis. സോ കഴിഞ്ഞ സെഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോർട്ട്ഫോളിയോസിൽ നിന്നും റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും കമ്പയർ ചെയ്ത് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സെലക്ട് ചെയ്യുന്ന ഒരു ടേബിൾ വൈസ് പ്രോസസ്സ് നോക്കിയിരുന്നു. സോ ഈ സെഷനിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, അതായത് കുറച്ച് ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ ഓപ്പർച്യൂണിറ്റി സെറ്റ് തന്നിരിക്കും. ആ പോർട്ട്ഫോളിയോസിൻ്റെ റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും നമ്മൾ കമ്പയർ ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സെലക്ട് ചെയ്യുന്നത്. സോ ഗ്രാഫ് നമുക്കറിയാം, ഗ്രാഫിന് രണ്ട് ആക്സിസ് ആണ്, എക്സ് ആക്സിസും വൈ ആക്സിസും. സോ വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണും എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. സോ ഈ ഗ്രാഫിൽ പല പോർട്ട്ഫോളിയോസിനെ പ്ലോട്ട് ചെയ്ത് അതിൻ്റെ റിസ്ക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സെലക്ട് ചെയ്യുന്നത്. So the shaded portion in the graph represent the feasible set of all portfolios that can be constructed from a given set of securities. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ് ഈ ഷെയ്ഡഡ് പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ച് സെക്യൂരിറ്റീസിൻ്റെ പല പ്രപ്പോർഷൻസിലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് ABCDEF എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് പോർട്ട്ഫോളിയോസ് കമ്പയർ ചെയ്ത് അതിൽ നിന്നും ബെറ്റർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് കമ്പയറിംഗ് ദ പോർട്ട്ഫോളിയോസ് എഫ് ആൻഡ് ഇ, ദേ ഹാവ് ദ സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ ബട്ട് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റിസ്ക്. എഫും ഇയും നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം ലെവലിലാണ് നിൽക്കുന്നത്, പക്ഷേ അവരുടെ റിസ്ക്കും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇക്കാണ് ലെസ് റിസ്ക് ഉള്ളത്. സോ എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും റിസ്ക് കൂടിയും വരും, വൈ ആക്സിസിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോകും തോറും നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേണും കൂടി വരും. സോ ഇ എന്ന പോർട്ട്ഫോളിയോ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്, എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നിൽക്കുന്നത്. സോ അതിന് റിസ്ക് കുറവായിരിക്കും. സോ എഫും ഇയും കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ബെറ്റർ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇ ആണ്. നെക്സ്റ്റ് വെൻ വി കമ്പയർ സി ആൻഡ് ഇ, ഇവിടെ സിക്കും ഇക്കും സെയിം റിസ്ക് ആണ്, ബട്ട് ഇ ഓഫേഴ്സ് മോർ റിട്ടേൺ. സോ സി എന്ന പോർട്ട്ഫോളിയോയും ഇ എന്ന പോർട്ട്ഫോളിയോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും സെയിം റിസ്ക് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇ ആണ് കുറച്ചും കൂടി റിട്ടേൺ ഓഫർ ചെയ്യുന്നത്. സോ ഇ ഈസ് കൺസിഡേർഡ് ടു ബി മോർ എഫിഷ്യൻറ്റ് ദാൻ സി. സോ നെക്സ്റ്റ് വെൻ വി കമ്പയർ സി ആൻഡ് എ, ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് സി എന്ന പോർട്ട്ഫോളിയോയും എ എന്ന പോർട്ട്ഫോളിയോ ആണ്. രണ്ട് പോർട്ട്ഫോളിയോസിനും സെയിം റിട്ടേൺ ആണ്, ബട്ട് സി ഓഫേഴ്സ് എ ലെസ് റിസ്ക്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് കുറച്ച് ലെസ് റിസ്ക് ഉള്ളത്. സോ സി ഈസ് ദ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ആൻഡ് നെക്സ്റ്റ് വെൻ വി കമ്പയർ ദ പോർട്ട്ഫോളിയോസ് എ ആൻഡ് ബി, ദേ ഹാവ് ദ സെയിം എമൗണ്ട് ഓഫ് റിസ്ക് ബട്ട് ബി ഓഫേഴ്സ് മോർ റിട്ടേൺ. സോ എയ്ക്കും ബിക്കും സെയിം ലെവൽ ഓഫ് റിസ്ക് ആണ്, ബട്ട് റിട്ടേണിൻ്റെ ബേസിൽ നോക്കുമ്പോൾ ബി ആണ് കുറച്ചും കൂടി ബെറ്റർ. സോ നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതുപോലെ തന്നെ ഈ കമ്പാരിസൺ നോക്കിയാലും മനസ്സിലാവും. പോർട്ട്ഫോളിയോ സി ഹാസ് ദ ലോവസ്റ്റ് റിസ്ക് കമ്പയർഡ് ടു ഓൾ അതർ പോർട്ട്ഫോളിയോസ്, ഹെൻസ് സി റെപ്രസെൻറ്റ് ദ ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ. സോ ബാക്കിയുള്ള പോർട്ട്ഫോളിയോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സി എന്ന പോർട്ട്ഫോളിയോക്കാണ് ലോവസ്റ്റ് റിസ്ക് ഉള്ളത്. സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പേരാണ് ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ എന്ന്. ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ. സോ അതുപോലെ തന്നെ ഈ കമ്പാരിസൺ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെക്യൂരിറ്റി അല്ല മൂന്ന് പോർട്ട്ഫോളിയോസ് ആണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. അതായത് ഇയും സിയും ബിയും ആണ് കമ്പാരിസൺ നടത്തിയപ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആണ് നമുക്ക് മനസ്സിലായത്. So we find that the portfolios lying in the northwest boundary of the shaded area are more efficient than all the portfolios in the interior. സോ നോർത്ത് വെസ്റ്റ് ബൗണ്ടറിയിൽ കിടക്കുന്ന പോർട്ട്ഫോളിയോസ്, നോർത്ത് എന്ന് പറയുന്നത് ടോപ്പാണ്, വെസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് പൊസിഷനാണ്. സോ നോർത്ത് വെസ്റ്റ് ബൗണ്ടറിയിൽ കിടക്കുന്ന പോർട്ട്ഫോളിയോസ്, അതായത് സിയും ഇയും ബിയും, ഈ മൂന്ന് പോർട്ട്ഫോളിയോസ് ആണ് നമ്മുടെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. സോ ദിസ് ബൗണ്ടറി ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ഇസ് കോൾഡ് ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ബിക്കോസ് all efficient portfolios lies in this area between the global minimum variance and the maximum return portfolio. സോ ഈ നോർത്ത് വെസ്റ്റ് ബൗണ്ടറി, ഈ ഷെയ്ഡഡ് ഏരിയയുടെ നോർത്ത് വെസ്റ്റ് ബൗണ്ടറിയെ നമ്മൾ പറയുന്ന പേരാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന്. ബിക്കോസ് ആ പേര് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെയാണ് എല്ലാ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസും ലൈ ചെയ്യുന്നത്.
that is between the global minimum variance and the maximum return portfolio. ഇവിടുത്തെ global minimum variance എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സി ആണ്, അതുപോലെ തന്നെ മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത് ബി ആണ്. സോ ഈ ഒരു സ്പെസിഫിക് ലൈൻ അല്ലെങ്കിൽ ഏരിയനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. So the efficient frontier is the set of optimal portfolios that offer the highest expected return for a defined level of risk or the lowest risk for a given level of expected return. It is a theory on how risk-averse investors can construct portfolios to optimize expected return based on a level of risk. So ഒരു ഡിഫൈൻഡ് ലെവൽ ഓഫ് റിസ്കിൽ മാക്സിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോസ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ഹയർ റിട്ടേൺ തരുന്ന സെക്യൂരിറ്റി ആയിട്ട് അല്ല പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ കണ്ടത് ബി ആണ്, ബി എന്ന പോർട്ട്ഫോളിയോ ആണ്. സോ ഹയർ റിട്ടേൺ തരുമ്പോൾ അതിന് അതിൻ്റേതായ റിസ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ ലോവർ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ആണ് സി എന്ന് പറയുന്നത്. സോ ലോവർ റിസ്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേണും അതുപോലെ കുറവായിരിക്കും. So finally we can say that the efficient frontier is a concave curve in risk return space that extends from the minimum variance portfolio to the maximum return portfolio. സോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഒരു കോൺകേവ് കേവ് ആണ്. മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം റിട്ടേൺ പോർട്ട്ഫോളിയോ എൻഡ് ചെയ്യുന്ന ഒരു കോൺകേവ് കേവ് ആണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. സോ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയും എല്ലാം സെയിം മീനിങ് ആണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഉള്ളപ്പോൾ അതിൽ നിന്നും ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. So the selection of optimal portfolio depends on the investor's risk aversion or risk tolerance. This can be graphically represented through a series of risk-return utility curves or indifference curves. സോ ഈ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് അവേർഷനും അവരുടെ റിസ്ക് ടോളറൻസും ഒക്കെ അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് യൂട്ടിലിറ്റി കർവ്സും എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ഒക്കെ വരച്ച് അതിൽ നിന്നും ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ പോയിന്റ് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. So the optimal portfolio for an investor would be one at the point of tangency between the efficient frontier and indifference curve. സോ ഇവിടെ പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും പല യൂട്ടിലിറ്റി റിസ്ക് റിട്ടേണിൻ്റെ യൂട്ടിലിറ്റി കർവ്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ ഡയഗ്രാമും കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് സംഭവങ്ങളും ജോയിൻ ചെയ്യുന്ന ഒരു ടാൻജൻറ്റ് പോയിന്റ്, അതായത് സെൻട്രൽ പോയിന്റ്, അതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ഈ റിസ്ക് റിട്ടേൺ യൂട്ടിലിറ്റി കർവ്സ് എന്ന് പറയുന്നത് പല ഇൻവെസ്റ്റേഴ്സിനും പലതാണ്. സോ അതും എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ജോയിൻ ചെയ്യുന്ന ആ ടാൻജൻറ്റ് പോയിന്റ് ആണ് നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത്. So this is all about the selection of optimal portfolio. So next we will look into some of the limitations of Markowitz model or modern portfolio theory. The first limitation is that one of the major problems that a larger number of input is required for calculations. സോ ഇപ്പം ഗ്രാഫിക്കലി ആയാലും ടേബിൾ വൈസ് ആയാലും എല്ലാ ഡീറ്റെയിൽസും തന്നിരുന്നതുകൊണ്ടാണ് നമ്മളത് സിമ്പിളായിട്ട് അതിൽ നിന്നും എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് സെലക്ട് ചെയ്തത്. സോ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ടീഡിയസ് പ്രോസസ്സാണ്. സോ ഇപ്പോൾ ഒരു ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, കോറിലേഷൻ കൺസിഡർ ചെയ്യണം. സോ ഇപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള വലിയൊരു ടാസ്ക് ആണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ അതുതന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. And the second limitation is that the opinion that the investor do not pay taxes in the transaction cost does not hold in practical situations. സോ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവാനും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊരു അസംഷൻ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആവാറില്ല. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ സെക്യൂരിറ്റീസ് ഓഫ് എനി സൈസസ് ഇസ് ക്ലെയിംഡ് നോട്ട് ടു ബി പ്രാക്ടിക്കൽ. സോ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിലുള്ള സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ തേർഡ് ലിമിറ്റേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ പ്രൊപ്പോർഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സൈസിലുള്ള സെക്യൂരിറ്റീസ് കിട്ടണമെന്നില്ല. ഇപ്പോൾ സെക്യൂരിറ്റി എയ്ക്ക് ഒരു 10% ആണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്പേസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ 10%ൻ്റെ സൈസിൽ ചിലപ്പോൾ നമുക്ക് ആ എ എന്ന് പറഞ്ഞ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനൊരു മിനിമം ഓർഡർ സൈസൊക്കെ കാണും. സോ ബൈയിങ് ദ സെക്യൂരിറ്റീസ് ഓഫ് എനി സൈസ് ഇസ് ക്ലെയിംഡ് നോട്ട് ടു ബി പ്രാക്ടിക്കൽ. And the fourth limitation is that the theory does mathematical calculations on expected values based on the past performance to measure the correlation between risk and return. സോ പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് റിസ്ക്കും റിട്ടേണും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ്.
സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അറിയാം പാസ്റ്റ് പെർഫോമൻസ് അങ്ങനെ ഫുള്ളി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ ഫുള്ളി നമ്മൾ പാസ്റ്റ് പെർഫോമൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് കറക്റ്റ് ആകണമെന്നില്ല. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് ദിസ് മാർക്കോവിറ്റ്സ് മോഡൽ. And the last limitation is that the assumptions made by the Markowitz have been criticized due to research findings in other field of study, especially behavioral finance. സോ മാർക്കോവിറ്റ്സ് മോഡലിൽ കൊണ്ടുവന്ന കുറേ അസംഷൻസും പ്രിൻസിപ്പിൾസും മറ്റു ഫീൽഡ്സിലെ സ്റ്റഡിയും റിസർച്ച് ഫൈൻഡിങ്സും കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മെയിനായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ബിഹേവിയറൽ ഫിനാൻസും അതിലെ എക്കണോമിസ്റ്റുകളുമാണ്. സോ റിച്ചാർഡ് താലർ, ഡാനിയൽ കെയ്ൻമാൻ, റോബർട്ട് ജെ ഷില്ലർ ഇതൊക്കെയാണ് ബിഹേവിയറൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇവർ ഫോർമുലേറ്റ് ചെയ്ത ഒരു പുതിയ തിയറിയാണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ മാർക്കോവിറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് റാഷണലുമാണ്, അതുപോലെ തന്നെ റിസ്ക് അവേഴ്സും ആണ്. സോ ഇവരിതിനെ എതിർക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ടാണ് മെയിനായിട്ടും ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. സോ ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് റാഷണൽ ആൻഡ് ദേ ആർ നോട്ട് റിസ്ക് അവേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ഹ്യൂമൻസ് ആണ്, സോ അവർക്ക് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. സോ ആ ഇമോഷണൽ ഫീലിങ്സിൻ്റെ ബേസിസിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് ബിഹേവിയറൽ ഫിനാൻസിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ അസംഷൻസും പ്രിൻസിപ്പിൾസും എല്ലാം ബിഹേവിയറൽ ഫിനാൻസ് മെയിനായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. So these are some of the major limitations of the Markowitz model or modern portfolio theory. So in this session we discussed the concept of efficient frontier and the selection of efficient portfolios from a feasible set of portfolios and the selection of optimal portfolio and the limitations of Markowitz model. Hope all are clear with the topic. Thank you.